ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു കാറ്റലറ്റിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറെ കുറിച്ചാണ്. അതിലെന്താണ് കൺസ്യൂമർ ബിഹേവിയർ, എന്താണ് യൂട്ടിലിറ്റി, എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി, എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി, അതേപോലെ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന ടോപ്പിക്കാണ്. കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ്? ഒന്നാമത്തെ അസംഷനാണ് റേഷണാലിറ്റി. റേഷണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷണാലിറ്റി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു കൺസ്യൂമറും ശ്രമിക്കുന്നത് എന്നതാണ്. അതായത് നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണല്ലേ. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ സ്കേഴ്സ് ആയിട്ടുള്ള ഇൻകം വെച്ച്, നമ്മുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട്, വരുമാനം വെച്ചിട്ട് നമ്മൾ കമ്മോഡിറ്റീസ് വാങ്ങുമ്പോൾ അതിലൂടെ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു കൺസ്യൂമറും ശ്രമിക്കുന്നത്. അതാണ് റേഷണാലിറ്റി എന്ന് പറയുന്നത്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പ്രകാരം എല്ലാ കൺസ്യൂമേഴ്സും എന്താണ്, റേഷണൽ ആണ് എന്ന ഒരു അസംഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതൊരു കൺസ്യൂമറും ശ്രമിക്കുന്നത്. രണ്ടാമത്തെ അസംഷനാണ് കാർഡിനൽ യൂട്ടിലിറ്റി അല്ലേ. കാർഡിനൽ യൂട്ടിലിറ്റി കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്ടിലിറ്റി കാർഡിനൽ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാം അല്ലേ. അതിനെ നമ്മൾ യൂട്ടിൽസ് എന്ന് പറയാം. അതായത് നമുക്ക് ഒരു നമ്മളൊരു ഗുഡ്സ് കൺസ്യൂം ചെയ്യാം, നമ്മളൊരു ഗുഡ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1, 2, 3 എക്സെട്ര തുടങ്ങിയ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാം എന്ന ഒരു അപ്രോച്ചാണ് കാർഡിനൽ യൂട്ടിലിറ്റിയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി എന്താണ്? കാർഡിനൽ നമ്പേഴ്സ് കൊണ്ട് നമുക്ക് മെഷറബിൾ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ അസംഷനാണ് ടോട്ടൽ യൂട്ടിലിറ്റി അഡിറ്റീവ് ആണെന്ന് പറയുന്നത്. ഇതിൽ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ടോട്ടൽ യൂട്ടിലിറ്റി? കമൻറ്റ് ചെയ്യുക. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓവറോൾ സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഈ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? അഡിക്റ്റീവ് ആണ്. അതായത് ആഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാര്യമാണ്. സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. നമ്മളൊരു 3 കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു 3 കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യുന്നു വിചാരിക്കുക. അത് X1, X2, X3 തുടങ്ങിയ കമ്മോഡിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു, അതായത് U ഈസ് ഈക്വൽ ടു U ഓഫ് 1 ഓഫ് X1 പ്ലസ് U ഓഫ് X2, U ഓഫ് U2 X2 പ്ലസ് U3 X3 അല്ലേ. അതായത് X1, X2, X3 തുടങ്ങിയ കമ്മോഡിറ്റീസ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന മൊത്തമായിട്ടുള്ള യൂട്ടിലിറ്റിയാണ് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി. അത് നമ്മളത് ഫംഗ്ഷനായിട്ട് കാണിക്കുമ്പോൾ U എന്ന് ഉദ്ദേശിച്ചത് ടോട്ടൽ യൂട്ടിലിറ്റിയാണ്. U ഈസ് ഈക്വൽ ടു U1 X1 പ്ലസ് U2 X2 പ്ലസ് U3 X3. അതായത് X1 നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, S2 നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, X3 നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, ഇത് മൊത്തമായിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? അഡിറ്റീവ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തതാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ഒരു ചാനലിലുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നൊരു ഐഡിയ തരാം. അതായത് നിങ്ങൾ ഒരേ കമ്മോഡിറ്റി തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു കപ്പ് ഓഫ് ഐസ്ക്രീം കഴിക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു കപ്പ് ഓഫ് ഐസ്ക്രീം നിങ്ങൾ വാങ്ങി, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടി. പിന്നെയും ആ കപ്പ് ഓഫ് ഐസ്ക്രീം തന്നെ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരേ കമ്മോഡിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുമെന്നാണ് ഈ അസംഷനിൽ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. റേഷണാലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റീസ് അഡിറ്റീവ്, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അടുത്തതാണ് കാർഡിനൽ യൂട്ടിലിറ്റി പ്രകാരം കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്താണെന്ന്. നമ്മുടെ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക എന്നാണ്. അതായത് എങ്ങനെയാണ് ഒരു കൺസ്യൂമർ മാക്സിമൈസ് അവർ സാറ്റിസ്ഫാക്ഷൻ, അതായത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ മാക്സിമൈസ് ചെയ്യാം എന്നതുകൊണ്ടാണ് ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ എങ്ങനെയാണ് ആ ഇക്വിലിബ്രിയം പോയിന്റിൽ എത്തുന്നത്? അതിൻ്റെ കണ്ടീഷനാണ്
മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ്. അതായത് എക്സ് എന്ന കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്തിന് ഈക്വൽ ആയിരിക്കണം? പ്രൈസ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കണം. സപ്പോസ് നിങ്ങൾക്ക് ഒരു കമ്മോഡിറ്റി എക്സ് ആണെന്ന് വിചാരിക്കുക. ആ എക്സിൽ നിന്ന് കിട്ടുന്ന നിങ്ങളുടെ മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസ് ഓഫ് എക്സ്, അതായത് എക്സ് എന്ന കമ്മോഡിറ്റീൻ്റെ പ്രൈസിന് ഈക്വൽ ആയിരിക്കണം, അതായത് തുല്യമായിരിക്കണം. ഇവിടെയാണ് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം ഓഫ് കൺസ്യൂമറിൻ്റെ കണ്ടീഷൻ എന്താണ്? കാർഡിനൽ യൂട്ടിലിറ്റി പ്രകാരം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു പ്രൈസ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസും അതേപോലെ കാർഡിനൽ യൂട്ടിലിറ്റിയുടെ ഇക്വിലിബ്രിയം പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്ത ടോപ്പിക്കുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് പോയിന്റ്സ് ചേർക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക്